ആധുനിക യുദ്ധതന്ത്രങ്ങൾ അടിമുടി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആകാശ സീമകളിൽ അത്യാധുനിക പോർവിമാനങ്ങൾ അണിനിരക്കുന്ന പഴയ യുദ്ധമറകളിൽ നിന്നും മാറി താരതമ്യേന ചെലവ് കുറഞ്ഞതും എന്നാൽ അതീവ പ്രഹരശേഷിയുള്ളതുമായ ഡ്രോണുകൾ അഥവാ അൺമാൻഡ് ഏരിയൽ വെഹിക്കിളുകൾ ഇന്ന് യുദ്ധഗതി നിശ്ചയിക്കുന്ന പ്രധാന ഘടകങ്ങളായി മാറിയിരിക്കുന്നു. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ ഇറാന്റെ ഷഹീദ് ശ്രേണിയിലുള്ള ഡ്രോണുകൾ സൃഷ്ടിച്ച ആഘാതം ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ വലിയ വേഗത കൈവരിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ തദ്ദേശീയമായി വികസിപ്പിച്ച ശേഷ്നാഗ് ഡ്രോണുകളുടെ പരീക്ഷണങ്ങളും പ്രോജക്റ്റ് കാൽ എന്ന പുതിയ ദൗത്യവും ഈ മാറ്റത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നു. യുദ്ധക്കളത്തിലെ ചെലവ് കുറഞ്ഞ എന്നാൽ വിനാശകാരിയായ ആയുധം എന്ന നിലയിലാണ് ഷഹീദ് ഡ്രോണുകൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന മിസൈലുകളെയും കോടിക്കണക്കിന് രൂപയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും വെറും 10,000 ഡോളർ മാത്രം വില വരുന്ന ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് നിഷ്പ്രഭമാക്കാൻ സാധിക്കുമെന്ന് ഇറാൻ തെളിയിച്ചു. നൂറുകണക്കിന് ഡ്രോണുകളെ ഒരേ സമയം വിക്ഷേപിച്ച് ശത്രുവിന്റെ റഡാർ സംവിധാനങ്ങളെയും പ്രതിരോധ മിസൈലുകളെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന സ്വാം അറ്റാക്ക് രീതിയാണ് ഇവിടെ പ്രയോഗിക്കപ്പെടുന്നത്. ഇസ്രയേലിന്റെ വിഖ്യാതമായ അയൺ ഡോം പ്രതിരോധം പോലും ഇത്തരം വലിയ തരംഗങ്ങളെ നേരിടാൻ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണ് ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ, തങ്ങളുടെ പ്രതിരോധ മുൻഗണനകൾ പുനർനിർണ്ണയിക്കുന്നത്. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയവും സൈനിക ആസൂത്രകരും ഈ മാറിയ സാഹചര്യത്തെ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജീസ് അതായത് NRT വികസിപ്പിച്ചെടുത്ത ശേഷ്നാഗ് 150 എന്ന ഡ്രോണിന്റെ പരീക്ഷണങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ രീതിയിൽ ഊർജിതമായി. വൻതോതിലുള്ള ഡ്രോൺ ആക്രമണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ശേഷ്നാഗ് ഇറാൻ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം അതിവേഗ പരീക്ഷണ ഘട്ടങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി നടന്ന ഹൈവേ ലോഞ്ച് പരീക്ഷണങ്ങൾ ശ്രദ്ധേയമാണ്. സാധാരണ വിമാനത്താവളങ്ങളോ റൺവേകളോ ഇല്ലാത്ത സാഹചര്യത്തിലും റോഡുകളെ റൺവേകളാക്കി മാറ്റി ഇത്തരം മാരകായുധങ്ങൾ വിക്ഷേപിക്കാൻ സാധിക്കുമെന്ന് ഇന്ത്യ തെളിയിച്ചിരിക്കുന്നു. ശത്രുരാജ്യങ്ങൾ ഇന്ത്യയുടെ വ്യോമതാവളങ്ങളെ ലക്ഷ്യം വെച്ചാലും യുദ്ധമുഖത്ത് ഡ്രോണുകളുടെ പ്രഹരശേഷി കുറയാതിരിക്കാൻ ഇത്തരം മൊബൈൽ ലോഞ്ച് സംവിധാനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ശേഷ്നാഗ് 150 എന്ന ഡ്രോണിന്റെ സാങ്കേതിക വിദ്യ പരിശോധിച്ചാൽ അത് അത്ഭുതപ്പെടുത്തുന്നതാണ്. 1000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഈ ഡ്രോണിന് 5 മണിക്കൂറിലധികം ആകാശത്ത് തങ്ങി നിൽക്കാൻ സാധിക്കും. ശത്രുമേഖലയിൽ പ്രവേശിച്ച് ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തുകയും ഏറ്റവും അനുയോജ്യമായ സമയത്ത് സ്വയം പൊട്ടിത്തെറിച്ച് ലക്ഷ്യം തകർക്കുകയും ചെയ്യുന്ന കാമിക്കാസെ അഥവാ ആത്മഹത്യാ ഡ്രോണുകളുടെ വിഭാഗത്തിലാണ് ഇതിനെ ഉൾപ്പെടുത്താവുന്നത്. 25 മുതൽ 40 കിലോഗ്രാം വരെയുള്ള സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ഇവയ്ക്ക് പാലങ്ങൾ, ശത്രുക്കളുടെ കമാൻഡ് സെന്ററുകൾ, അതുപോലെ വാഹന വ്യൂഹങ്ങൾ എന്നിവ തകർക്കാൻ അനായാസം സാധിക്കും. മനുഷ്യ സഹായമില്ലാതെ തന്നെ ലക്ഷ്യങ്ങളെ തിരിച്ചറിയാനും പിന്തുടരാനും ആക്രമിക്കാനും ശേഷിയുള്ള സ്വയംഭരണാധികാരമുള്ള ഈ സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ശേഷ്നാഗിന് പുറമെ പ്രോജക്റ്റ് കാൽ എന്ന രഹസ്യ സ്വഭാവമുള്ള ദൗത്യവും ഇന്ത്യ അതിവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഷഹീദ് ഡ്രോണുകൾക്ക് സമാനമായ എന്നാൽ അതിനേക്കാൾ മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ലോങ് റേഞ്ച് സ്ട്രൈക്ക് ഡ്രോണുകളുടെ വികസനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ വടക്കൻ അതിർത്തികളിലെ ഭൂപ്രകൃതിയും വെല്ലുവിളികളും കണക്കിലെടുത്ത് ഉയർന്ന മലനിരകളും കഠിനമായ കാലാവസ്ഥയിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളാണ് ഇത്തരം പദ്ധതികളിലൂടെ സൈന്യം പരീക്ഷിക്കുന്നത്. മുൻപ് പ്രതിരോധ ആവശ്യങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളും സ്വകാര്യ മേഖലയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രതിരോധ നിർമ്മാണത്തിൽ വലിയ വിപ്ലവമാണ് സൃഷ്ടിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കത്തിന് ശേഷം ഡ്രോണുകളുടെ പ്രാധാന്യം ഇന്ത്യൻ സൈന്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിർത്തികളിലെ സംഘർഷ സമയങ്ങളിൽ ഇത്തരം ചെറിയ ഡ്രോണുകൾ നൽകുന്ന തത്സമയ വിവരങ്ങളും ശത്രുക്കളുടെ നീക്കം തടയാനുള്ള അവയുടെ കഴിവും പരമ്പരാഗത യുദ്ധവിമാനങ്ങളെക്കാൾ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടു. ഒരു റഫാൽ വിമാനത്തിന്റെയോ മറ്റോ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് ഡ്രോണുകൾ നിർമ്മിക്കാൻ സാധിക്കും എന്നത് സാമ്പത്തികമായും തന്ത്രപരമായും ഇന്ത്യക്ക് വലിയ മുൻതൂക്കം നൽകുന്നു. ശത്രുരാജ്യങ്ങൾ വലിയ തുക മുടക്കി മിസൈലുകൾ ഉപയോഗിച്ച് ഒരു ഡ്രോണിനെ വെടിവെച്ചിടുമ്പോൾ പോലും ഇന്ത്യക്ക് നഷ്ടപ്പെടുന്നത് തുച്ഛമായ തുക മാത്രമാണ്. എന്നാൽ ശത്രുവിന് അവരുടെ വിലപിടിപ്പുള്ള മിസൈലുകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് അസിമെട്രിക് വാർഫെയർ എന്നറിയപ്പെടുന്ന തന്ത്രം. എന്നിരുന്നാലും ഇത്തരം ഡ്രോണുകളുടെ വ്യാപനം വലിയ വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. ശത്രുക്കളുടെ കൈവശവും സമാനമായ സാങ്കേതികവിദ്യ എത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ആന്റി ഡ്രോൺ സംവിധാനങ്ങളും ഇന്ത്യ വികസിപ്പിക്കേണ്ടതുണ്ട്. ജാമിംഗ് സാങ്കേതിക വിദ്യകളും ലേസർ അധിഷ്ഠിത ആയുധങ്ങളും ഇതിനായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വലിയ കൂട്ടമായി എത്തുന്ന ഡ്രോണുകളെ പൂർണ്ണമായും തടയുക എന്നത് ലോകത്തിലെ ഒരു രാജ്യത്തിനും ഇതുവരെ പൂർണ്ണമായി സാധ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആക്രമണമാണ് ഏറ്റവും മികച്ച പ്രതിരോധം എന്ന തത്വം സ്വീകരിച്ചുകൊണ്ട് സ്വന്തം ഡ്രോൺ ശക്തി വികസിപ്പിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. ഇന്ത്യയുടെ ഡ്രോൺ വിപ്ലവം കേവലം പ്രതിരോധത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല.
ഇത് രാജ്യത്തെ സാങ്കേതിക വിദ്യാരംഗത്തും സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിനും വലിയ ചലനങ്ങളുണ്ടാക്കുന്നുണ്ട്. ബാംഗ്ലൂരു പോലെയുള്ള നഗരങ്ങൾ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ആഗോള കേന്ദ്രങ്ങളായി മാറുകയാണ്. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ വ്യോമാതിർത്തികൾ സംരക്ഷിക്കപ്പെടുന്നതിലും ശത്രുക്കളുടെ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുന്നതിലും ശേഷ്നാഗും പ്രോജക്റ്റ് കാലും നിർണായക പങ്കുവഹിക്കുമെന്ന് ഉറപ്പാണ്. യുദ്ധതന്ത്രങ്ങളിലെ ഈ ഡിജിറ്റൽ യുഗം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും അത് നൽകുന്ന അവസരങ്ങൾ മുതലെടുത്ത് ആഗോള പ്രതിരോധ ഭൂപടത്തിൽ മുൻനിരയിലെത്താനുള്ള ശ്രമത്തിലാണ് നമ്മുടെ രാജ്യം. ആധുനിക യുദ്ധക്കളം ഇപ്പോൾ സോഫ്റ്റ്വെയറുകളും അൽഗോരിതങ്ങളും തമ്മിലുള്ള മത്സരമായി മാറിയിരിക്കുന്നു. വലിയ സൈന്യങ്ങളെക്കാൾ വേഗതയുള്ള ബുദ്ധിപരമായ സംവിധാനങ്ങൾക്കാണ് ഇനി പ്രസക്തി. ഇന്ത്യയുടെ ഈ പുതിയ ചുവടുവെപ്പുകൾ വരാനിരിക്കുന്ന ഏതൊരു ഭീഷണിയെയും നേരിടാൻ നമ്മെ പ്രാപ്തരാക്കും എന്നതിൽ തർക്കമില്ല. സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ ഈ യാത്രയിൽ സാങ്കേതികവിദ്യയും തന്ത്രപരമായ ആസൂത്രണവും കൈകോർക്കുമ്പോൾ ഭാരതത്തിന്റെ ആകാശം കൂടുതൽ സുരക്ഷിതമായി തന്നെ തുടരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.